ഹായ് ഓൾ പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു പുത്തൻ കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ഏറെ നാളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും കാത്തുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ആ സത്യം ജാനകി മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനകി എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ചമ്മി നാണം കെടുന്നുണ്ട്. ജാനകി തൻ്റെ മരുമകളെ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ നടന്നത് എല്ലാം വെറുതെ ആയിരുന്നു, താൻ വിചാരിച്ച പോലെ അല്ല അനാമിക എന്നുള്ള സത്യങ്ങളൊക്കെ ജാനകി മനസ്സിലാക്കിയെടുക്കുകയാണ്. അങ്ങനെ ജാനകിക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ജാനകിയുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയുടെ കോളാണത്. അങ്ങനെ ജാനകി ആ ഫോൺ എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. നീ നാട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകിയോട് ആ സുഹൃത്ത് പറയാണ്, ഞാൻ നാട്ടിൽ വന്നൂടെ, നിന്നെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. തിരിച്ച് വന്നപ്പം ഞാനൊന്ന് സ്ലിപ്പായി, എൻ്റെ കാലൊന്ന് ഇടറി. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ, നമുക്കിവിടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ എന്ന് പറയുകയാണ്. അയ്യോ അത് കഷ്ടമായല്ലോ. എന്തായാലും നീ വിഷമിക്കണ്ട, ഞാൻ എന്താണെങ്കിലും ഉടനെ തന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വരാം. മാത്രമല്ല ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര കുറവാണ്. മോൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടാറില്ല എന്ന് പറയുമ്പം ജാനകിയോട് ആ സുഹൃത്ത് പറയുന്നുണ്ട്, ഞാൻ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ആ കല്യാണത്തിൻ്റെ ആൽബം കൂടി എടുത്തോ, അതെനിക്ക് കാണാമല്ലോ, അതെങ്കിലും എനിക്ക് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതിനെന്താടി, ഞാൻ ആ ആൽബം എടുത്തോണ്ടൊക്കെ വരാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കുകയോ ടെൻഷനോ ആവുമൊന്നും വേണ്ട. ഞാൻ എന്തായാലും ഉടനെ തന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇരുവരും ഫോൺ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാനകി അടുക്കളയിലേക്ക് ചെല്ലുമ്പം നയന അവിടെ നിൽക്കുന്നതാണ്. എന്നിട്ട് ജാനകി നയനയോട് ചോദിക്കുന്നുണ്ട്, ഓ ഇന്ന് പത്രാസുകാരി ജോലിക്കൊന്നും പോയില്ലേ, എന്താ നീ ഇന്ന് ഇപ്പം അടുക്കളയിൽ കയറിയിരിക്കുന്നത്? നിനക്കിപ്പോൾ വെച്ച് വിളമ്പി തരാൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മായിമ്മയുണ്ടല്ലോ, നീ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരുമല്ലോ, പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ അടുക്കളയിലേക്ക് കയറിയത്? ഞാൻ എങ്ങോട്ടെങ്കിലും അച്ഛനെ പറ്റിച്ച് കമ്പനി കയറിയതും പോരാ, എന്നിട്ട് അവൾ വലിയ പത്രാസ് കാണിക്കുന്നു എന്നൊക്കെ ജാനകി നയനയോട് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നയനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, ഇളയമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഇളയമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി പറയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിൻ്റെ അനിയത്തിമാരെ ഇഷ്ടമല്ല, നിൻ്റെ ചേച്ചീനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, അവളിലെ ആ നന്ദു എൻ്റെ മകൻ്റെ ജീവിതം കുളവാക്കാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുന്നവൾ, അവളുടെ കല്യാണം ഒന്ന് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരുത്തൻ വന്ന് അവളെ കെട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പോഴും എൻ്റെ മകൻ്റെ മനസ്സിൽ അവളാണ് ഉള്ളത്. എൻ്റെ അനാമിക മോളോട് അവൻ ഇപ്പോഴും ഒരു കരുതലോ സ്നേഹമോ ഒന്നും കാണിക്കുന്നില്ല. അതിനുള്ള കാരണക്കാരി നിൻ്റെ അനിയത്തിയാണ്. പിന്നെ ഞാൻ നിന്നെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാണ്? നീയൊക്കെ ഇവിടെ വലിഞ്ഞു കയറി വന്നപ്പോൾ മുതലാണ് ഈ കുടുംബത്തിലെ കഷ്ടകാലം തുടങ്ങിയത് എന്നൊക്കെ നയനയോട് ഭയങ്കര മോശമായിട്ട് തന്നെ ജാനകി സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ദേവയാനി വരുന്നുണ്ട്. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, എന്തിനാ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാണ്, ഓ ഏട്ടത്തി ഇപ്പം ഇവിടെ ഒന്നും പറയാൻ വേണ്ടി സമ്മതിക്കാറില്ലല്ലോ. അന്നേരം ജാനകിയോട് ദേവയാനി പറയുന്നുണ്ട്, ഇവളെ നീ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ മകന് അതൊന്നും ഇഷ്ടപ്പെടുകയല്ല, അവന് പിന്നെ അതൊട്ട് വിഷമമാകും, അതുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, തൻ്റെ അമ്മായിമ്മയ്ക്ക് തന്നോട് ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ടാണ് തന്നെ ജാനകിയുടെ അടുത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മായിമ്മ ഇതുപോലെയൊക്കെ പറയുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നയന. പിന്നീട് കാണിക്കുന്നത് ജാനകി അനാമികയുടെ അടുത്ത് പോകുന്നതാണ്. അങ്ങനെ അനാമികയുടെ അടുത്ത് ചെന്നിട്ട് ജാനകി പറയുന്നുണ്ട്, മോളെ ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവളെ കാണുന്നത്. നിങ്ങളുടെ കല്യാണത്തിന് അവൾക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല, അവൾ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോൾ വല്യമ്മയോട് പറഞ്ഞാൽ മതി, വല്യമ്മ മോൾക്ക് ചെയ്തു തരും എന്ന് പറയാണ്. അന്നേരം ജാനകിയോട് അനാമിക പറയുന്നുണ്ട്, ഇന്ന് അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നേരത്തെ വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഞാൻ നേരത്തെ തന്നെ വരും മോളെ, ഞാൻ അവളെ കണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇങ്ങ് തിരിച്ചു വരും. അവളെ കാണാനും ഒക്കെ കുറച്ച് സമയം അത്രയേ വേണ്ടുള്ളൂ, അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് മടങ്ങി വരും എന്ന് പറയാണ്. അങ്ങനെ ജാനകി അനാമികയോട് യാത്രയൊക്കെ പറഞ്ഞ് തിരികെ മടങ്ങി വന്ന് അനിയുടെ റൂമിൽ ചെന്ന് കല്യാണ ആൽബം എടുത്തിട്ടും കൂടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ആ കല്യാണ ആൽബം ഒക്കെ എടുത്ത് ജാനകി കാറിൽ കയറിയിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് സുഹൃത്ത് ജാനകിനെ സ്വീകരിക്കുന്നത്. അങ്ങനെ വയ്യാണ്ട് കാലൊക്കെ ഇങ്ങനെ സോഫയിൽ പൊക്കി വെച്ച് ഇരിക്കുകയാണ് കേട്ടോ സുഹൃത്ത്. അങ്ങനെ ജാനകി പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് എത്ര കാലമായി, അമേരിക്കയിൽ പോയതിൻ്റെ മെച്ചം നിനക്കുണ്ട്, നീ ഒന്ന് വെളുത്ത് തുടുത്തു, പിന്നെ നല്ലോണം തടിയും വെച്ചിട്ടുണ്ട്.
അവിടെ ഭക്ഷണം കഴിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, നടപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് നിനക്ക് ശരിക്കും നടക്കാനൊന്നും പറ്റാഞ്ഞത് എന്നൊക്കെ ജാനകി കളിയാക്കി പറയാണ് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്ന ജാനകിയുടെ കൂട്ടുകാരിയും പറയുന്നുണ്ട്, നീ പറഞ്ഞത് കളിയാക്കിയിട്ടാണെങ്കിലും ഒരു പരിധി വരെ അത് ശരിയാണ്. പിന്നെ പേരക്കുട്ടികളുടെ കൂട്ടത്തിലുള്ള നടത്തവും ഓട്ടവും ഒക്കെ ആകുമ്പോൾ ഇതൊക്കെ പതിവാണ് കേട്ടോ. എന്തായാലും നിനക്കും അനുഭവം വരും. അന്നേരമാണ് ജാനകിയോട് ജാനകിയുടെ സുഹൃത്ത് ചോദിക്കുന്നത്, അതിരിക്കട്ടെ, നീ കല്യാണ ആൽബം കൊണ്ടുവന്നോ? ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അനന്തപുരിക്കാരുടെ തറവാട്ടിൽ നടക്കുന്ന കല്യാണമല്ലേ, അപ്പോൾ അതിൻ്റെ പ്രൗഢി ഒട്ടും കുറവുണ്ടാകത്തില്ല. ആ ആൽബമെങ്കിലും ഞാൻ കാണട്ടെ, നീ എന്നെ ആ കല്യാണ ആൽബം ഒന്ന് കാണിക്കേ എന്ന് പറയാണ്. അങ്ങനെ ജാനകി ആ കല്യാണ ആൽബം എടുത്ത് വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടി ഇരുന്ന് കല്യാണ ആൽബം ഒക്കെ കണ്ട് ജാനകി ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, അനാമിക വലിയ പണക്കാരിയാണ്, വലിയ കുടുംബക്കാരാണ്, അനന്തപുരിക്കാരെ പോലെ തന്നെ വലിയ ഫാമിലിയാണ് അവരുടേത്. ഒറ്റ മോളാണ്, അനിയുടെ ഭാഗ്യമാണ് ആ കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണുവിനെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇയാളും കല്യാണത്തിന് വന്നിരുന്നോ? ഇയാളെ പോലെയുള്ള തരികിടേനെയൊക്കെ ആരാണ് ഈ കല്യാണത്തിന് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ കൂട്ടുകാരി ജാനകിയോട് പറയാണ്, ഞാൻ ഇയാളുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വേണുവിൻ്റെ ഫോട്ടോ കാണിക്കുകയാണ്. അന്നേരം ജാനകിക്ക് ഷോക്കാവുന്നുണ്ട്. നീ ആരെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ജാനകിയോട് ഈ കൂട്ടുകാരി പറയാണ്, ഇയാളെ എനിക്ക് അറിയില്ലാന്നോ? നിന്നോട് ഞാൻ പണ്ട് പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ കെട്ടിയോനെ ചതിച്ച് ഞങ്ങളുടെ കോടിക്കണക്കിന് പൈസകൾ തട്ടിയെടുത്ത ഒരാളെക്കുറിച്ച്? അയാളാണ് ഇത്. മാത്രമല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് പേരുടെ കാശ് ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഇയാൾ വെറും പക്ക ഫ്രോഡാണ്. പണ്ട് ഇയാൾക്ക് എന്തോ ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായിരുന്നു. സമ്പന്നനാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി മറ്റുള്ളവരെ പറ്റിച്ചു നടക്കുന്നതാണ് ഇയാളുടെ ഏറ്റവും വലിയ പണി. ഇയാളും ഇയാളുടെ മകളും ഇയാളുടെ ഭാര്യയും കണക്കാണ്. പക്ഷേ എനിക്ക് ഇയാളെ മാത്രമേ പരിചയമുള്ളൂ. ഇയാളുടെ മകളെയോ ഇയാളുടെ ഭാര്യേനെയോ ഞാൻ കണ്ടിട്ടില്ല. ഇയാളെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഇയാളെ വിളിച്ച് എന്നും ചീത്ത പറയും. പക്ഷെ ഒരു നാണവും ഇല്ല. ഇയാൾ ആ പൈസ തിരികെ കൊടുക്കത്തുമില്ല. ഇപ്പം ഇയാളുടെ മകള് ഏതോ വലിയ കാശുകാരനെ കെട്ടി പറ്റിച്ച് നടക്കുകയാണെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ആ ചെറുക്കൻ്റെ വീട്ടുകാരുടെയും കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അവളുടെ ഇത് എത്രാമത്തെ കല്യാണമാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അത്രത്തോളം ആൾക്കാരെ അവൾ പറ്റിച്ചിട്ടുണ്ട്. ആ പാവപ്പെട്ട ചെറുക്കൻ എന്ത് കഷ്ടകാലത്തിനാണോ ഇവളെ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഓർത്തു പോകാറുണ്ട് ഇടയ്ക്ക്. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും ജാനകിക്ക് ആകെപ്പാടെ ഷോക്കാവാണ്. താൻ ഈ അറിയുന്നതൊക്കെ സത്യമാണോ അതോ സ്വപ്നമാണോ എന്താണെന്ന് പോലും ജാനകിക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥയിലാണ് ജാനകി. അന്നേരം ജാനകി ഇങ്ങനെ ആകെപ്പാടെ ഷോക്കായി നിൽക്കുന്നത് കണ്ടിട്ട് ജാനകിയോട് ഈ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, എന്താടി പറ്റിയത്, നീ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എടി എൻ്റെ അനാമിക മോളുടെ അച്ഛനും അമ്മയും ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം, ഞാൻ പോകുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പോകുന്ന വഴിയെല്ലാം ജാനകിയുടെ മനസ്സിൽ ഈ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ കിടക്കുന്നത്. അങ്ങനെ ജാനകി വീട്ടിലെത്തുമ്പോഴത്തേനും രേവതിയും വേണുവും കൂടെ അവിടെ വന്നിട്ടുണ്ടാകും. അങ്ങനെ വേണുവും അനിയുടെ അച്ഛനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊക്കെ അവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകി കണ്ട് അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇവർ വന്നിട്ട് കുറച്ച് നേരമായി, എന്തായാലും നീ പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് ജാനകിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാനകിയുടെ മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നത് ഈ അനിയുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാനകി പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ജാനകിയുടെ മനസ്സിൽ ആകെപ്പാടെ അസ്വസ്ഥതയാണ്. ഇത് എന്താണ് കേട്ടത്, സത്യമാണോ അല്ലയോ എന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് ജാനകി നിൽക്കുന്നത്. അതിനുശേഷം ജാനകി കല്യാണ ആൽബം അനാമികയുടെ റൂമിലേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെ അനാമികയും രേവതിയും കൂടെ സംസാരിക്കുന്നത് ജാനകി കേൾക്കാനിടയാകുകയാണ്. രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ, നീ ഈ ഭസ്മം ഇത് നീ കയ്യിൽ നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം. ഇത് മറ്റാർക്കും കൊടുക്കരുത്. ഒരു കാരണവശാലും അനിയല്ലാതെ ഇത് മറ്റാരും കഴിക്കാൻ ഇടവരരുത്. നീ ഇത് പാലിൽ രാത്രിയിൽ അനിക്ക് കലക്കി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ ജാനകി പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. ഇവരെന്ത് ഭസ്മത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ജാനകി കൂടുതൽ അടുത്തേക്ക് ചെവി ഓർത്ത് കേൾക്കുകയാണ്. അന്നേരം രേവതി അനാമികയോട് പറയുന്നുണ്ട്, നമുക്ക് ഒരിക്കലും ഒരു അബദ്ധം പറ്റിയത് നീ മറന്നിട്ടില്ലല്ലോ. നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാലിൽ വിഷം ചേർത്തു. അത് പക്ഷെ കുടിച്ചത് ദേവേഴ്ചയാണ്. അതുകൊണ്ട് ഇനി അതുപോലെ ഒരു അബദ്ധം പറ്റരുത്. ഈ അബദ്ധം അതിനെക്കാട്ടിലും വലിയൊരു അബദ്ധമായി തീരും. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. നീ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അനാമികയോട് സംസാരിക്കുകയാണ്.
ഇത് കേൾക്കുമ്പത്തേനും ജാനകി ആകപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ജാനകിക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ജാനകി ആകപ്പാടെ മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ജാനകി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഞാൻ കേട്ടതൊന്നും സത്യമാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ വന്നത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ സംസാരം കേട്ട് ഇവർ ശരിക്കും ഫ്രോഡുകളാണ്. അവൾ പറഞ്ഞത് ശരിയാണ്. അവൾക്ക് ചിലപ്പോൾ ആൾ മാറിപ്പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതിപ്പം വലിയൊരു ചതിയാണല്ലോ ഈശ്വര നടന്നിരിക്കുന്നത്. എൻ്റെ മകൻ്റെ ജീവിതം ആകപ്പാടെ തകർന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ജാനകി മനസ്സിലിങ്ങനെ ആലോചിച്ച് ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന ജാനകിനെയും കാണിച്ചുകൊണ്ടാണ് അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും തുടർന്നുള്ള എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്